പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളും അഭിനന്ദനങ്ങളും വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങ് അലയടിക്കുന്ന ഗംഭീരമായ സാഗരം ദൂരെ ദൂരെ നാം കാണുന്നു. അതിന്റെ ക്യാമറയിൽ പതിമോ എന്ന് ഞാൻ നോക്കുകയാണ്. ഓവർ ബ്രിഡ്ജിന്റെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത്. സമുദ്രം അലതല്ലുന്നതും വാഹനങ്ങൾ ചീറിപ്പായുന്നതും കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും ശാന്തമായൊരു അന്തരീക്ഷം എനിക്കിന്ന് കരഗതമായതിന്റെ പേരിൽ ഈ ഓരം ചേർത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് സന്ധ്യാനേരത്തെ വിശ്രമമാണ്. ആലപ്പുഴ കടൽ തീരം വളരെ ശോഭനമായി കൊണ്ടിരിക്കുന്നു. ഇത്രയും ഗംഭീരമായിരിക്കുന്ന രണ്ട് ഓവർ ബ്രിഡ്ജുകൾ ഇങ്ങനെ നമ്മുടെ ശിരസിന് മീതെ തലയുയർത്തി നിൽക്കുന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തും. പണ്ടില്ലാത്ത വിധത്തിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കിഴക്കൻ നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് സുവിശേഷം തിരമാല പോലെ നിങ്ങളെ വിളിക്കുകയാണ്. അതിങ്ങനെയാണ് പാടുന്നത്: ഓടിവാ കൃപയാ നദിയരികിൽ, നിന്റെ മലിനത നീക്കാൻ പാവി ഓടിവാ കൃപയാ നദിയരികിൽ. തിരി നിന്നെ കൺമാനേറ്റം വടിമലർന്നവനുള്ളം ഓടി വന്നു പാടുകള ഏറ്റുകുരിശിൽ. തിരി നിന്നെ കാൺമാനേറ്റം വടിവഴന്നവനുള്ളം ഓടി വന്നു പാടുകളങ്ങേറ്റുകുരിശിൽ. നേടി നിന്റെ രക്ഷ യേശു മോടിയോടുയർത്തു. നേടി നിന്റെ രക്ഷ യേശു മോടിയോടുയർത്തു. പീഡാവോടിരുന്നു മധ്യസ്ഥനായി കേണപേക്ഷിക്കുന്നു. വേഗം ഓടിവാ കൃപയാ നദിയരികിൽ, നിന്റെ മലിനത നീക്കാൻ പാവി ഓടിവാ കൃപയാ നദിയരികിൽ. അശുദ്ധികളൊഴിച്ചു നിൻ അകൃത്യങ്ങൾ അകറ്റിടപ്പി ശുദ്ധിയുറവേ തുറന്ന മാറിൽ. അശുദ്ധികൾ ഒഴിച്ചു നിന്നകൃത്യങ്ങൾ അകറ്റിടാൻ വിശുദ്ധിൻ ഉറവയെ തുറന്ന മാറിൽ. കുളിച്ചു നീ അനുദിനം വെളുപ്പിച്ചങ്കിയെ പിന്നെ, കുളിച്ചു നീ അനുദിനം വെളുപ്പിച്ചങ്കിയെ പിന്നെ, കൂടിച്ചീരിൽ കടിച്ചു നീ വിശുദ്ധനായി വളർന്നിടും. ഓടിവാ കൃപയാ നദിയരികിൽ, നിന്റെ മലിനത നീക്കാൻ പാവിയോടിവാ കൃപയാ നദിയരികിൽ. മാടി വിളിക്കുന്നു നിന്നെ. എങ്ങോട്ടേക്കാണ്? കൃപയാകുന്ന നദി അരികിലേക്ക് വരിക. ഈ മഹാസാഗരം എന്ന് മനോഹരമായി നമ്മുടെ ദൃശ്യയിൽ തിരമാലകൾ അടിച്ച്
ഉയർന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇതുപോലെ ഒരു സുന്ദരമായ നദി നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട്. അത് ആധ്യാത്മികമായ നദിയാണ്. അതിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ നമ്മുടെ അശുദ്ധിയെല്ലാം മാറുമെന്നാണ്. നമ്മൾക്ക് ശേഷിയും ശേഷിയും ചേതനയും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്ന ആ മഹാനദി യേശു എന്ന നദിയാണ്. യേശുക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം. താൻ സ്നാനപ്പെട്ട് കയറിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പരിശുദ്ധയാവി പ്രാവ് പോലെ ഇറങ്ങി വന്ന് തന്നെ മേൽ ആവസിക്കുന്നതും കരയ്ക്ക് കൂടിയിരുന്ന ജനങ്ങൾ കണ്ട് അമ്പരന്നു പോയി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നു മുതൽ യേശു ഈ ലോകത്തിൽ നടന്ന് ഒരു ആത്മനദിയെക്കുറിച്ച് പ്രസംഗിച്ചു എന്ന് നാം അറിയുന്നു. ആധ്യാത്മികമായ നിലവാരത്തിൽ വിശുദ്ധി പ്രാപിക്കേണ്ട മനുഷ്യവർഗമെന്ന് തകർന്നടിഞ്ഞ് ധരിപ്പണമായി പാപച്ചേറ്റുകണ്ടത്തിൽ താണുതാണ് രോഗങ്ങളും ദുരിതങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു ലോകം. നാം ഈ ഉല്ലാസവും കടൽ തീരത്തുള്ള ഈ സമ്മേളനങ്ങളും കുളികളും സന്തോഷങ്ങളും കണ്ടു കഴിയുമ്പോൾ വിചാരിക്കും ഇത് തന്നെയാണ് മനുഷ്യന്റെ സ്ഥിതി എന്നല്ല. ഇനിയിത് ഒരു അപകടം പിടിച്ച ഒരു ലോകമാണ്. ഇവിടെ മനുഷ്യൻ ദിനംതോറും മരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളുടെ ശവക്കൊട്ടയിലേക്കുള്ള യാത്ര, നമ്മളുടെ മരണമണിനാഥം ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഉല്ലാസത്തിന്റെയും നിവൃത്തിന്റെയും മുൻപിൽ നാം ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുമില്ല. എന്നാൽ പെട്ടെന്നൊരു സമയത്ത് നമ്മുടെ ശേഷിയും സന്തോഷവും ശേമുഷിയും എല്ലാം നശിച്ചിട്ട് നമ്മള് നിലം പറ്റുന്ന ഒരു ദിവസം ഉണ്ട്. അതിന്റെ സ്മരണ രോഗദുഃഖാത്തരായി നാം ജീവിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്നാൽ നന്നാണ്. ലോകത്തിൽ അനേകം മഹാരഥന്മാര് മനുഷ്യരാശിയെ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ കലാവിരുദ്ധകളും കായിക അഭ്യാസങ്ങളും പ്രകടമാക്കിയിട്ടുണ്ട്. ഗാമ എന്ന് പറയുന്ന ഒരു വലിയ ചാമ്പ്യൻ, അയാളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. രോഗദുഃഖാത്തനായ നമ്മളറിയാമല്ലോ, കിങ്കോങ്ങും ധാരാസിംഗും ഒക്കെ ഇന്ന് ചരിത്രത്തിലേ ഉള്ളൂ, കണ്ടിട്ടില്ല നാം ആരും. അങ്ങനെ പോലെയുള്ള അത്ഭുത പുരുഷന്മാർ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. എന്നാൽ പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർക്ക് ഒടുക്കം എന്ത് സംഭവിച്ചു? കേട്ടു കേൾവിയില്ലതോ എന്ന് കവി പറഞ്ഞതുപോലെ അവരാരും ഇന്നില്ല. അങ്ങനെ എത്ര 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 പേരെടുത്ത ആളുകൾ, അവരിൽ മഹാരാജാക്കന്മാരുണ്ടായിരുന്നു, യുദ്ധവീരന്മാരായിട്ടുണ്ടായിരുന്നു, സാഹസികന്മാരുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എല്ലാം ഒരു ദിവസം കെട്ടടങ്ങും. എന്നാൽ ഇവിടെ പാട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അശുദ്ധികൾ ഒഴിച്ചു നിന്ന് അകൃത്യങ്ങൾ അകറ്റുവാൻ വിശുദ്ധി നിറവയെ തുറന്ന മാറിൽ അതേ നീ അനുദിനം കുളിച്ച് വെളുപ്പിച്ച് നിന്റെ ജീവിതത്തിന്റെ അങ്കിയെ വിശുദ്ധമാക്കി എങ്കിൽ നിന്റെ അന്ത്യം ഏറ്റവും നന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു സെക്കൻഡിൽ സൂചി ഇങ്ങനെ ചലിക്കുമ്പോൾ 20 മരണങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. ഒരു ദിവസം ഈ ഭൂമിയിൽ അടയ്ക്കപ്പെടുക എത്രയെത്ര ശവശരീരങ്ങൾ ഉണ്ടെന്ന് എണ്ണാൻ പോലും വയ്യ. കോടിക്കണക്കിനല്ലേ മനുഷ്യൻ മരിച്ചു പോകുന്നത്. അയ്യോ, ഒരു കോവിഡ് വന്ന് പോയ കാര്യങ്ങൾ നാം ഒന്നും മറന്നിട്ടില്ല. അതിനിടയ്ക്ക് നാം അനുഭവിച്ച കെടുതികൾ എന്തൊക്കെയായിരുന്നു. അതിനിടയിൽ നമ്മളുടെ ആരോഗ്യമുള്ള അവയവങ്ങൾ മുറിച്ച് അറുത്തെടുത്ത് വിറ്റ് കാശ് വാങ്ങി ആശുപത്രികളെ തടിച്ച് കൊഴിപ്പിച്ചവരുമുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. ഒരു ബഹളമല്ലേ ഈ ലോകം?
ഈ ലോകം എന്ന് പറയുന്നത് ശബ്ദായമാനമായ ഒരു ബഹളമാണ്. ഈ ജീവിതം ലൈഫ് ഈസ് എ സ്റ്റോറി told by an idiot full of sound and fury signifying nothing. ഇതാകപ്പാട് ഒരു അലങ്കോലമാണ്. കുറച്ച് നാളൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാം. 70 ഏറെയായാൽ 80 മാത്രം നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ഞാൻ ഗാമയെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ആസ്ട്രേലിയൻ ചാമ്പ്യനെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ വലിച്ച ഗോദാവരിക്ക് പുറത്തിറങ്ങി കളഞ്ഞ ഒരു വലിയ രോഗത്തുടകാത്തനായിരുന്നു ഗാമ. എന്നാൽ ഗാമയ്ക്ക് സുഖം ഇല്ലാത്ത ഒരവസരമുണ്ടായി. മരണക്കിടക്കയിൽ അദ്ദേഹത്തിന്റെ മണൽ പോലെ ഇരിക്കുന്ന മീശപ്പുറത്ത് ഒരു ഈച്ച വന്ന് ഇരുന്നിട്ട് അതിനെ ഒന്ന് ഓടിച്ചു കളയുവാൻ പോലും ഗാമയ്ക്ക് കഴിഞ്ഞില്ല. ഇതാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് ആധ്യാത്മികമായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നാം മരിക്കുന്നത് ഈശ്വരന് ഇഷ്ടമാണ്? ഒരിക്കലുമല്ല. പിന്നെ എങ്ങനെ ഈ മരണമുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈശ്വരപരമായ കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് ഭക്തന്മാരും സിദ്ധന്മാരും യോഗികളും എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളും വായിക്കണം. വായനയില്ലാത്ത ഒരു ജീവിതം വെറും കഥയില്ലാത്ത ജീവിതമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു. സ്പെഷ്യൽ കോഴ്സിനൊക്കെ അയച്ച വിദേശത്തും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ അയച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരറിവുള്ളവരായിരിക്കും. നല്ല നല്ല ഉദ്യോഗങ്ങളിൽ അവർക്ക് കയറിപ്പറ്റാൻ സാധിക്കും. അത് ഈ ലോകത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഓരോ വിഷയങ്ങൾ പ്രത്യേകമായി ഐച്ഛികമായി എടുത്ത് പഠിച്ചിട്ടാണ് അവർ കഷ്ടപ്പെട്ട് ഒരു സുപ്രഭാതത്തിന്റെ ഡോക്ടറെ ഞാൻ കണ്ടു. സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ച് ദരിദ്രനായ ഒരു ബാലനായിരുന്നെങ്കിലും പഠിക്കുവാൻ ധാരാളം ആഗ്രഹിച്ച ആ കുഞ്ഞു പഠിച്ച് മിടുക്കനായി. നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ അതെ, നമ്മളുടെ പ്രസിഡന്റായിരുന്ന കലാം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സാധുവായ ഒരു പയ്യനായിരുന്നെങ്കിലും അദ്ദേഹം പഠിക്കുവാനുള്ള പഠിപ്പു തന്നെ മനുഷ്യനും ഭൂഷണം. ഉടുപ്പ് ഭൂഷാദികൾ ഒന്നുമല്ലതോ. അതുകൊണ്ട് മിടുക്കന്മാരായി പഠിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എപ്പോഴും അത് ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മുടെ എല്ലാം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കണം. എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കുകയില്ല. പിന്നെ അവന്റെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ വിഷയങ്ങൾ അവൻ തിരഞ്ഞെടുത്ത് മനസ്സിരുത്തി പഠിച്ച് മിടുക്കനായി. ഒരു ദിവസം പബ്ലിക് സർവീസ് കമ്മീഷനിലൊക്കെ അവിടെ പരീക്ഷകളൊക്കെ എഴുതുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാനും പോയി എഴുതിയിട്ടാണ് എനിക്കൊരു ഉദ്യോഗം കിട്ടിയത്. എന്ത് പഠിച്ചു, എന്ത് കഷ്ടപ്പെട്ടു. ഇത് ഓരോ ജീവിതത്തിന്റെ തുറകളിൽ മനുഷ്യന് അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവൻ തറപറ്റിപ്പോകും. അതുകൊണ്ട് ദൈവികമായ വിഷയത്തിൽ കൂടി മനുഷ്യൻ താല്പര്യം കാണിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സുഖവും അതേ എല്ലാം ഉപയോഗിച്ച് നാം അടിച്ചു പൊളിച്ചു പോയാൽ ഈ അടിച്ചുപൊളി ഒടുവിലായി പൊളിഞ്ഞു പോകും. അങ്ങനെയാണ് ലോകത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന രംഗങ്ങളാണ് ലോകത്തിൽ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഡയാന രാജകുമാരിയുടെ കാര്യം ഓർത്തു. എന്തൊരു ട്രാജഡിയായി പോയി. നമ്മൾ വിചാരിക്കുന്നതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. സുഖം യശസ്സും ആഭിരാജ്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മധ്യരാത്രി. ഒരിക്കലും അന്ത്യയാത്രയിൽ നമ്മുടെ സുഖവും സൗന്ദര്യവും ശേഷിയും ശേമുഷിയും ഒന്നും വഹിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ക്ഷയിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് പഠിക്കണം. എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചുഴലക്കളം മാത്രം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ അതുകൊണ്ട് തീർന്നില്ലേ? എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവനൊരു മരണാനന്തര ജീവിതമുണ്ട്. മരിച്ചാൽ മനുഷ്യനെ എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്ത പണ്ടുകാലം മുതലേ മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്താൽ നിയുക്തമായിരിക്കുന്ന ഭാരതന്മാർ
ഈശ്വരന്മാർ, താത്വികന്മാർ എല്ലാവരും ഇവിടെ വന്നിട്ട് അവർക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ച ആ സത്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ട് നാം അതൊക്കെ വായിച്ച് പ്രബുദ്ധരായി തീർന്നു. അതുകൊണ്ട് ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന് ശാശ്വതം ഈ ഉലകിലെന്ന് കമുകറ പുരുഷോത്തമൻ പണ്ട് പാടിയതുപോലെ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക. ഈശ്വരൻ നമ്മുടെ സൃഷ്ടാവാണ്. ഈശ്വരൻ ആരാണെന്ന് ഇന്ന് ആർക്കും അറിയില്ലാത്ത ഒരു ഗതി. നമ്മള് പലതും ആരാധിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പാട്ടുപാടുന്നു. നമ്മൾ അനുഷ്ഠിച്ചു വന്ന കർമ്മങ്ങളെല്ലാം ഇങ്ങനെ മുറതെറ്റാതെ അനുഷ്ഠിച്ച് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ നാം ചെയ്യുന്ന കാര്യം എന്ത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എന്നറിയപ്പെടുന്ന ആ മഹാരഥൻ ഈശ്വരനെ കണ്ടുമുട്ടുവാനിടയായി. ലോകത്തിന്റെ സന്തോഷത്തിൽ അദ്ദേഹം ഒരു യഹൂദ മതക്കാരനായിരുന്നു. മതത്തെ മാത്രം പുണർന്നുകൊണ്ട് ആ മതസിദ്ധാന്തങ്ങൾ ഒഴിച്ചുള്ള മതങ്ങളെ എല്ലാം ആക്ഷേപിച്ചുകൊണ്ട് മറ്റു മതസ്ഥരെ നിഗ്രഹിച്ചുകൊണ്ടൊരു ജീവിതമായിരുന്നു ഈ പൗൾ എന്ന് പറഞ്ഞ മനുഷ്യന്. അദ്ദേഹം വലിയൊരു കപ്പലുടമയുടെ മകനായിരുന്നു. ധാരാളം പണമുണ്ട്, വിദ്യാഭ്യാസം അന്നത്തെ ഡബിൾ MA-കാരനായിരുന്നു. ഗമാലിയൽ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാദസേവ ചെയ്ത് പഠിച്ചു മിടുക്കനായവനാണ് പൗലോസ്. എന്നാലോ അദ്ദേഹം മതവൈരാഗ്യം അദ്ദേഹത്തെ വഴിതെറ്റിച്ചു കളഞ്ഞു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇന്ന് മതത്തിന്റെ പേരിലാണ് മനുഷ്യൻ തകർന്നടിയുന്നത്. സ്വന്തം സഹോദരനെന്നോ അമ്മയെന്നോ അനുജനെന്നോ നോക്കാതെ ദൈവത്തിന്റെ ഭക്തി ഉള്ളിൽ പിടിച്ചിട്ട് പരസ്പരം കടിപിടി കൂടുന്ന ഒരു ലോകമാണ്. ഭക്തിയും യുക്തിയും ഒന്നിച്ചു വേണം. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പൗലോസ് എന്ന് പറയുന്ന ധനാഢ്യൻ തന്റെ മതത്തിൽപ്പെട്ടവരെ അല്ലാതുള്ള ആരെയും ബഹുമാനിച്ചില്ല, സ്നേഹിച്ചില്ല. തന്റെ മതത്തിനെതിരായി ആര് പറഞ്ഞാലും അവരെ ആ സ്പോട്ടിൽ നിഗ്രഹിക്കും. അതിനുള്ള പട്ടക്കാരുടെയും രാഷ്ട്ര മേധാവികളുടെയും അധികാരം പത്രം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആരെയും കൊല്ലാം, ആരെയും കൊല്ലാം, ആരെയും ചീത്ത വിളിക്കാം. ഈ ഒരു അവസ്ഥ ധനാഢ്യനായ അദ്ദേഹം കൈവരിച്ചിട്ട് അദ്ദേഹം ആളറിയാതെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവുമായി ഒന്ന് ഏറ്റുമുട്ടേണ്ട സംഭവം ഉണ്ടായതാണ് എന്റെ ഓർമ്മയിൽ നിന്ന് വരുന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. മനുഷ്യന്റെ മരണാനന്തര ജീവിതം പാപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുവാൻ സാരോപദേശങ്ങൾ എല്ലാം തന്നു. സാരോപദേശങ്ങൾ കൊണ്ടൊന്നും മനുഷ്യൻ രക്ഷപ്പെടുകയില്ല പ്രിയരെ. എല്ലാം പ്രാക്ടിക്കലാണ്. തിയറി കൊണ്ടൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഈസ് പൊസസീവ് ബട്ട് നോട്ട് പ്രൊഫസീവ് എന്ന് പറയാറുണ്ട്. വെറുതെ എന്നെ പോലെ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുന്നതല്ല. എന്നാൽ ഇത് ആധികാരികമായി മനുഷ്യ ജീവിതത്തിൽ പാലിക്കേണ്ട വ്രതങ്ങളും ചിട്ടകളും ഘട്ടങ്ങളും കൊണ്ട് സമാലംകൃതമായ ഒരു ജീവിതമാണ് ക്രിസ്ത്യാനിറ്റി. എന്നാൽ മതവെറി പൂണ്ടു കഴിഞ്ഞാൽ നടക്കുകയില്ല. മതവൈരാഗ്യം. ഒരു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്: ഭക്തിതൻ ചൂണ്ടൽ ഒരിക്കൽ വിഴുങ്ങിയ യുക്തിഹീനനില്ല മുക്തിവാരിൽ. മനസ്സിലായോ? ഭക്തി എന്ന് പറയുന്നത് ഒരു ചൂണ്ടൽ കൊടുത്തു പോലെയാണെന്ന് പലർക്കും. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരു പാട്ട് ഇങ്ങനെ വരുന്നത് ഞാനിപ്പോ ഓർക്കുന്നു. കൊണ്ടും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, എന്റെ മനച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തള്ളില്ലാർന്നേ. കേട്ടിട്ടാണ് നിങ്ങൾ കേട്ട് കാണും. കൊണ്ടും മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, സ്നേഹമുണ്ടായിരുന്നു.
എന്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ ഇന്നുള്ളൊരു തള്ളില്ലാതെ ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയി മറഞ്ഞു? ആ നാട് മരിച്ചേ പോയോ? അത് വെറുമൊരു കനവായിരുന്നു, അത് വെറുമൊരു കനവായിരുന്നു. നല്ല ഗാനം, അർത്ഥമൊത്തം ഗാനങ്ങൾ ഈ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ വരാറുണ്ട്. ഒരു പെൺകുട്ടി പാടിയതാണ്, അതിനകത്ത് വലിയ അർത്ഥമുണ്ട്. അന്ന് എന്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തള്ളില്ലായിരുന്നു. എന്റെ യേശു നിന്റെ മാതാവ്. ഇതിന്റെ കാരണം എന്നാണെയോ? യുക്തിയില്ലാത്ത അന്ധവിശ്വാസം. അതുകൊണ്ടാണ് വൈലോപ്പള്ളി ആരാണോ പറഞ്ഞതിങ്ങനെയാണ്, ഭക്തിയുടെ ചൂണ്ടൽ കൊളുത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യജാതിയെ നോക്കി കവി പറഞ്ഞതാണ്, ഭക്തിതൻ ചൂണ്ടൽ ഒരിക്കൽ വിഴുങ്ങിയ യുക്തിഹീനനില്ല. യുക്തിയില്ല അവന് മുക്തി ലോകത്തിൽ കിട്ടത്തുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മതവെറിയുടെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും കൊള്ളരുതാഴികളും അവന് സ്വർഗത്തിൽ എത്തിക്കുകയില്ല. There is a God and there is heaven and there is, അതെ, ഇതെല്ലാം ഉണ്ട്. ഹെല്ലുണ്ട്, നരകമുണ്ട്, ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് കഴിയും. കാരണം മനുഷ്യൻ ഇവിടെ കൊണ്ട് ജീവിച്ച് അവസാനിപ്പിച്ച് സലാം പറഞ്ഞു പോകാനൊന്നും ഒക്കുകയല്ല. ഈ ഭൂമി ഈശ്വരൻ നമുക്ക് ദാനം ചെയ്തതാണ്. ഇതിനെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്തത്, ഇതിലെ ജീവിതം നീ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈശ്വരൻ നിന്നെ കുറിച്ച് നോക്കിയിരിക്കുന്നത്. ഈശോ ഈ ലോകത്തിൽ വന്ന് നമുക്ക് എല്ലാ പ്രമാണങ്ങളും തന്നു, വായിച്ചു പഠിക്കണം. ഈശോ മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ മഹാന്മാരും ഈശ്വരന്മാരും എല്ലാവരും, ഗുരുദേവനും അതുപോലെയുള്ള എല്ലാ മഹാരഥന്മാരും നമുക്ക് തന്ന ഗ്രന്ഥങ്ങൾ നാം ഒരിക്കലും വായിക്കുകയില്ല, പഠിക്കുകയില്ല. അത് തന്നെയാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഈശ്വര ശാസനങ്ങളും ബോധനങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി നമുക്കൊരു മരണമുണ്ടായെന്ന് മുൻപിൽ കണ്ടുകൊണ്ട് ബുദ്ധിപൂർവമായി ജീവിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈശോയുടെ ആയിരുന്നപ്പോൾ പറഞ്ഞു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വിധിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് പാപം മനുഷ്യനിൽ ഉണ്ടായത്? നമ്മുടെ പാപം എങ്ങനെയും മാറി കിട്ടുവാൻ വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങളാണ് നാം ചെയ്തു കൂട്ടുന്നത്. നമ്മൾ ഭാവി കാലത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ഇന്ത്യയിൽ 80,000 കോടി രൂപ ഒരു വർഷം ജനങ്ങൾ ചിലവഴിക്കുന്നുണ്ടെന്ന് ഒരു കണക്കിൽ കണ്ടു. ഇപ്പോൾ നമ്മുടെ ശബരിമലയിൽ മുക്തിക്കും മോക്ഷത്തിനും വേണ്ടി കൊണ്ടെറിയുന്ന കോടിക്കണക്കിന് വിലയുള്ള സ്വർണങ്ങളും മറ്റും എവിടെ? അകപ്പാടിയതെല്ലാം പോറ്റിമാരെല്ലാം കയറ്റിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്തുവാകട്ടെ, എന്നിട്ടും നട തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് അവിടെ ഇന്നും ചെയ്യുന്നത്. ഇതെന്താണ് പ്രിയപ്പെട്ടവരെ? യുക്തിയില്ലാത്ത, ബുദ്ധിയില്ലാത്ത ആരാധനയായി പോയി നമ്മുടെ ആരാധന. ഇതിന് മാറ്റം വരുത്താനാണ് നേരെ ധനിയനായ പൗലോസ് ശ്ലീഹ മാനസാന്തരപ്പെട്ടു. താൻ ഒരിക്കൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ സാരോപദേശങ്ങൾക്ക് നൽകിയ യേശുക്രിസ്തുവിന്റെ മാർഗവുമായിട്ട്, സ്നേഹത്തിന്റെ മാർഗവുമായിട്ട് ഒന്ന് ഉടക്കി അനേകരെ കൊന്നുകൂട്ടി വലിച്ചിരച്ചിങ്ങനെ ജയജീവിതം നയിക്കുന്ന കാലത്ത് ഒരിക്കൽ ദമാസ്കസ്, ഇന്നത്തെ ദമാസ്കസിന് വലിയ പട്ടണമാണ്, അവിടെ ചെന്നു. അവിടെ ഒരു ദേവാലയത്തിൽ താൻ പ്രവേശിക്കാൻ പോയപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു തേജസ് തന്നെ ചുറ്റി വിളങ്ങുന്നു. സൂര്യ ശോഭയെ കവിയുന്ന വലിയൊരു വെളിച്ചത്തിന്റെ പ്രഭ ഇദ്ദേഹത്തെ അടിച്ചപ്പോൾ ഇദ്ദേഹം ബോധരഹിതനായി കുതിരപ്പുറത്തുനിന്ന് ഉപ്പത്തോ എന്ന് പറഞ്ഞ് താര വീണു. ആ പ്രകാശധാരയിൽ യേശുദേവവുമായി സംസാരിച്ചു. അദ്ദേഹം ഭയവിഹുലനായി ഒരു ദൈവമുണ്ടെന്ന് അവിടെ വെച്ച് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ താൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ?
ന്യായപ്രമാണത്തിന്റെ വള്ളികളും പുള്ളികളും തെറ്റാതെ മതഭ്രാന്തനായി അനേകരെ കൊന്ന് വലിച്ചിരച്ച് ജീവിച്ച എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കർത്താവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ദൈവപ്രഭയുടെ ആധിക്യത്തിൽ കഴിയുന്നത്. പൗലോസ് കുതിരപ്പുറത്തുനിന്ന് നിലത്ത് വീണത് ഒരു എരിയുന്ന തീ ശക്തിയിലേക്കുള്ള പോലെ പൊള്ളിപ്പുഴയുകയാണ്. വേദന സഹിക്കാതെ അദ്ദേഹം ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ ഒരു ശബ്ദം അതിനു മുൻപ് താൻ കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തോ എന്ന് കേട്ടും ഞെട്ടിയാണ് താൻ താഴെ വീണത്. മതഭക്തനായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ട് യുക്തിയില്ലാതെ ബുദ്ധിയില്ലാതെ ഈശ്വരനെ ആരാധനയിൽ വാശിപൂണ്ട ഈ മനുഷ്യനോട് ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ മോഹാത്സ്യപ്പെട്ട് നിലത്തിൽ. നിങ്ങൾക്കറിയാമോ, മനുഷ്യന്റെ ചരിത്രം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും പാണ്ഡിത്യനായ ധനാഢ്യനായ ഒരു കപ്പലുടമയുടെ മകനായി സോൾ അന്ന് ഈശ്വരനെ കണ്ടതിന്റെ ഫലമായി താൻ മാനസാന്തരപ്പെട്ടു. അവിടെ വെച്ചെല്ലാം അടയണം പറഞ്ഞിട്ട് തനിക്കുള്ള സമ്പത്തും എല്ലാം ത്യജിച്ചിട്ട് ഈശ്വരനെ പ്രസംഗിക്കുവാൻ ഇറങ്ങി തിരിച്ച ചരിത്രമാണ് ബൈബിൾ പുതിയ നിയമത്തിൽ കാണുന്ന അദ്ദേഹത്തിന്റെ 14ഓളം ലേഖനങ്ങൾ. വായിച്ചാലെല്ലാം അത്ഭുതപ്പെട്ടു. അദ്ദേഹമാണ് റോമാക്കാരുടെ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹം പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഗലാത്യ സഭയ്ക്ക് അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്, ബുദ്ധി വേണം, യുക്തി വേണം, ഭക്തി മാത്രം പോരാ. അതാണ് ഭക്തിയുടെ ചൂണ്ടൽ നമ്മൾ വിഴുങ്ങരുതെന്ന് പറയുന്നത്. പൗലോസ് ഇങ്ങനെ പറയുന്നു റോമാലേഖനം 12-ാം അധ്യായത്തിൽ, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി അർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം മനുഷ്യ ജീവിതം. അതുകൊണ്ട് ദൈവപ്രമാണങ്ങളെ കണ്ടുപിടിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ ഇനി ശേഷിക്കുന്ന സമയമെങ്കിലും ഞാനും നിങ്ങളും തൽപരരായി തീരണം. ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപം. പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്ന റോമാലേഖനം 3:20. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം എന്ന് പറയുന്നത് ഈശ്വരൻ ആഗ്രഹിച്ചൊരു കാര്യമേ അല്ല. പ്രിയരെ, നമുക്കൊരു കൊച്ചു കുഞ്ഞും ജനിച്ചാൽ നാം അത് മരിക്കാൻ ആഗ്രഹിക്കുമോ? അതിനെ തുടരെയാതെ വളർത്തുകയാണ്. അത് ഓരോ പ്രായത്തിൽ ഇങ്ങനെ വിട്ട് ഇങ്ങനെ വളർന്നു വലുതായി വരുമ്പോൾ കണ്ണിലെണ്ണയും ഒഴിച്ച് ആറ്റുനോറ്റതിനെ കാത്തു സൂക്ഷിപ്പാൻ അതിന്റെ ബന്ധുക്കളും മാതാവും പിതാവും എപ്പോഴും ജാഗരൂകരായിരിക്കും. ഇതുപോലെയാണ് ഈശ്വരൻ നമ്മളെയും സ്നേഹിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ വേറെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു അതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സ്നേഹനിധിയായ ദൈവത്തെ ഈ ലോകത്തിൽ വെച്ച് കണ്ടുമുട്ടണം. അതിന്റെ കാരണം പാപം. ഏക മനുഷ്യൻ പാപം അവിടെ വിതച്ചു. ആരാണ് ആ ഏക മനുഷ്യൻ? ഉൽപ്പത്തിയിൽ പറയുമ്പോൾ അത് നമ്മുടെ പൂർവ്വപിതാവായ ആദം തന്നെയാണ്. ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ പാർപ്പിച്ചു. അങ്ങനെ പാർത്തു വരുന്ന കാലത്ത് അവർക്ക് കർശനമായ കൽപ്പനകളെ ദൈവം നൽകിയിരുന്നു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷങ്ങൾ, ഇത് പറയാതെ സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിവുള്ളവരാരുമില്ല. ഒന്നിന്റെ പേര് ജീവന്റെ വൃക്ഷം, ഒന്നിന്റെ പേര് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അത് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഒറ്റമൂലിയായിരുന്നു. മാസം തോറും അത് 12 വിധ ഫലങ്ങൾ കായ്ക്കുന്ന ഒരു പ്രത്യേക വൃക്ഷം, ദ ട്രീ ഓഫ് ലൈഫ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. എന്താണ് മാസം തോറും മാറി കായ്ക്കുന്ന ഒരു വൃക്ഷം, ഒരു സസ്യം? ഇത് ആയുർവേദത്തിലോ അഷ്ടാംഗത്തിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജനുവരി മാസത്തിൽ മനുഷ്യന് ജീവിക്കുവാൻ ആ കാലാവസ്ഥയ്ക്ക് പറ്റിയ
ശക്തിയേറിയ ഔഷധം നമ്മൾ കഴിക്കും. മഞ്ഞും മഴയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജലദോഷവും ഒക്കെ പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും നാമും വശകേടാകുമ്പോൾ പോയി പാരാസിറ്റാമോളും അതും ഇതൊക്കെ ഡോക്ടർ തരുന്നു നമുക്ക് കുറിച്ച്. അത് കഠിനമായാൽ വലിയ ശല്യമായി. അതുകൊണ്ടല്ലേ നമ്മുടെ നാടുകളിൽ ലോകം മുഴുവനും ഭയങ്കര ഹോസ്പിറ്റൽ, നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ ആശുപത്രി ഇന്ത്യയിലെ പ്രധാനപ്പെട്ടത്. അതുപോലെ ഒരുപാട് വിദേശക്കാർക്ക് ഞാൻ ചെന്ന് കണ്ടപ്പോൾ പോളിയോ ഹോസ്പിറ്റൽ, അവിടെയൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ പോകുന്നത് ചികിത്സിക്കാൻ. നമ്മുടെ ഉമ്മൻചാണ്ടി പോയിട്ടില്ല, നമ്മുടെ പിണറായി വിജയനും ഒക്കെ ഇപ്പൊ സലീസിനൊക്കെ അടുത്ത ട്രിപ്പ് അങ്ങോട്ട് പോവുകയാണ് അവര്. എന്തിനാണ്? ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നത്. എന്തിനാണ്? 2 ദിവസം കൂടെ ഇവിടെ പിടിച്ചു നിൽക്കണം, ജീവിക്കണം. ഇവിടെ നമ്മുടെ ചുറ്റും ഒരുപാട് നടക്കുന്നില്ലേ പേര്? എന്റെയൊക്കെ വീട്ടിൽ മരണം, നിങ്ങളുടെയൊക്കെ വീട്ടിൽ മരണം. എന്നാൽ ഇതെല്ലാം നടന്നു കണ്ടാലും ശരി, എന്നാണ് ഒരു പണ്ഡിതന്മാർ ലഭിക്കുന്നത്. നമുക്കെന്നാലും ജീവിക്കണമെന്നുള്ള കലശലായ അഭിനിവേശം, അത് നമ്മുടെ കുറ്റമല്ല, ഈശ്വരൻ നമ്മളെ ജീവിപ്പാനാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ആദമനോട് ഈ കൽപ്പന കൊടുത്തു, നിങ്ങളിങ്ങനെ സുഖമായി ജീവിച്ചോളൂ, ഈ കൽപ്പന അനുസരിച്ചാൽ മതി. കാരണം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം എന്ന് പറഞ്ഞ സാധനം അതിന് നടപ്പിലുണ്ടായിരുന്നു. അത് കയറി നിങ്ങൾ പറിച്ചു ഭക്ഷിച്ചാൽ ആകെ കുളവാകും. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ പിഴഞ്ഞു വീടുമരിക്കും. നിർഭാഗ്യവശാല അത് സംഭവിക്കുക തന്നെ ചെയ്തു. പിശാചിന്റെ പ്രേരണയാൽ, ഇബ്ലീസിന്റെ നിർബന്ധത്താൽ സാധുവായ ആദമും ഹവ്വയും അവന്റെ ഈ നീളത്തിന് വഴിപ്പെട്ട് നിഷിദ്ധ വൃക്ഷത്തിന്റെ വിഷ ഉൽപാദക ഫലം ഉഴുത്ത മോഹം കൊണ്ട് പറിച്ചു നിന്നപ്പോൾ വൈദികമായൊരു ശക്തി അവരുടെ ആമാദസികം വ്യാപിച്ചിട്ട് ഉദ്ധാമ ഭയം, വേദന ആദിയായ ഭവിഷ്യൽഫലങ്ങളെ ഉണ്ടായി. അതോടുകൂടി മനുഷ്യൻ രോഗിയായി. ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി തന്നെ മാറി. പിശാചിന്റെ അധീനതയിൽ ഈ ഭൂമിയായി തീർന്നു. ഇത് ചെയ്യുന്നതിന്റെ ഫലമായി മനുഷ്യനിൽ പാപം കയറി. പാപം എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്ന പോലെയൊന്നുമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ല ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത്. പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം ഹാമാത്യ, അല്ലെങ്കിൽ അതായത് വ്യഭിചാരം ചെയ്യുക. അല്പം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ആദമോ ഹവ്വയും സഹോദരനും സഹോദരിയും ആയിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. ഒരു മനുഷ്യർക്കും ദൈവം ഇന്നുവരെ ഒരു ഭാര്യയെ കൊടുത്തതായിട്ട് കാണുന്നില്ല. ബൈബിളിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കിയാൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, സന്താന ബുദ്ധിയുള്ളവരായി പെരുകിക്കോ, അതിനുള്ള സാവകാശം സാഹചര്യം ഞാൻ ഒരുക്കി തരും. ദൈവത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യനെ കുറിച്ച് വ്യക്തിപരമാനുള്ള പദ്ധതികൾ നിലവിലിരിക്കെ തന്നെ ഇബ്ലീസിന്റെ വഞ്ചനയിൽപ്പെട്ട ഹവ്വയും കാമവൃക്ഷത്തിൽ നിന്ന് പറിച്ചു ഭക്ഷിച്ചു പോയപ്പോൾ ലോകം തകിടം മറിഞ്ഞു എന്നുള്ള കാര്യം ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിയില്ല. കാമം അവരിൽ പ്രവേശിച്ചതിന്റെ ഫലമായി ഏതൻ തോട്ടത്തിന്റെ വാതിൽക്കൽ ചെന്നു നിന്നുകൊണ്ട് ആദമും ഹവ്വയും ദൈവത്തോട് നിലവിളിക്കുക, ഞങ്ങൾക്ക് പറ്റിച്ചേരണം, ഞങ്ങൾക്ക് സെക്സ് ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം അതിനെ തടഞ്ഞതായിട്ടാണ് നാം കാണുന്നത്. അത് മ്ലേച്ഛത എന്നാണ് ബൈബിൾ അതിന് കൊടുത്തിരിക്കുന്ന പേര്, മ്ലേച്ഛത. ഞാൻ ഈ സത്യം വിളിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി വർഷങ്ങളായി. ഇവിടുത്തെ പണ്ഡിതന്മാരും ഇവിടുത്തെ പാസ്റ്റർമാരും എന്നെ അറിവുള്ളവരെല്ലാം വിളിച്ച് ഫോണിൽ പറയും, എന്റെ പൊന്ന് സാറേ, ഇതൊന്നും മാറ്റി പറഞ്ഞു പോകൂലേ, ഇവിടെ ഇത് മാറ്റി പറയുന്നതെന്ന് സത്യമില്ലല്ലേ? നിങ്ങൾക്ക് സന്താനം ഉണ്ടാകുന്നതും നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ കാട് കയറിയപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ടി വന്നു. കാരണം എന്താ? ഈ വിഷം മനുഷ്യ ശരീരത്തിൽ കാമമുണ്ടാക്കിയപ്പോൾ സ്വന്തം സഹോദരിയായ ഹവ്വയെ വെറുക്കുവാൻ ഹവ്വ അതേ ഭാര്യയായി തീരുവാൻ ഗുണം ആദം ആഗ്രഹിച്ചു. കാമത്തിന് കണ്ണുണ്ടോ പ്രിയരെ? ഇതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാൽ ആർക്കും ഇഷ്ടത്തില്ല. ഞാൻ ഈ പച്ച തയ്ച്ച് പറയും. ഒരു ബെന്നിസമുണ്ട് പച്ചയ്ക്ക് പറയുന്ന ആളാണ്. സൂരജ് പാലാക്കാരനുണ്ട്, അയാൾ പച്ചയ്ക്ക് പറയുന്നത് പോലെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സഹോദരിയെ സഹോദരൻ കേൾക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്
പാപം മൂലം ഏതെങ്കിലും സംഭവിച്ചത്. അല്ലാതെ ഈശ്വരനാർക്കും ഇതുവരെ ഒരു ഭാര്യയെ കൊടുക്കില്ല. എന്നാൽ മനുഷ്യന്റെ ദൂർനടപ്പ് ഈശോമിശിഹായി ലോകത്തിൽ വരുന്ന കാലഘട്ടത്തിലും ഇന്നും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പ്രവാചകനായ മലാക്കി ഈ പ്രമേയം ദൈവത്തിന്റെ മുൻപിൽ ഉണ്ട് എന്ന് വെച്ച്. കാരണം എന്താണ്? ലോകത്തിൽ അന്ന് മനുഷ്യൻ ജാരസന്തതികളെ കൊണ്ട് നിറഞ്ഞു. ചെങ്കിസ് ഖാനെയും അതുപോലെയുള്ള ഭയങ്കര ആളുകളെയും നമ്മൾ കണ്ടാൽ അറിയാം. ശലോമോൻ രാജാവ്, ദാവീദ് രാജാവ് എന്നിവർക്കൊക്കെ ഉണ്ടായിരുന്ന ഭാര്യമാരെന്താണ്? ദൈവം ഭാര്യയെ കൊടുത്തിട്ടില്ല. എന്നാൽ ദുർനടപ്പുണ്ടായി. പാപത്തിന്റെ വിഷയങ്ങളുടെ ശരീരത്തിൽ